ഹലോ ഫ്രണ്ട്സ്, എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെക്സിക്കൻ ഫുഡാണ്. മെക്സിക്കൻ ഫുഡെന്ന് പറയുമ്പോൾ ഒരു ചോറ് വെക്കാനാണ്. അപ്പോൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റിലെ അതിന് വേണ്ടിയത് ബ്രൗൺ റൈസാണ്. ബ്രൗൺ റൈസ് ഇത് ഞാനിവിടെ മേടിച്ചേക്കുന്നത് ബ്രൗൺ റൈസ്. കണ്ടോ, വയ്ക്കാൻ പറ്റുമോ? ബ്രൗൺ റൈസ് കണ്ടോ? അത് 1 കപ്പ് ബ്രൗൺ റൈസ് എടുക്കണം. ഒരു മെക്സിക്കൻ ഫുഡാണ്. ചൈനീസ് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം കിട്ടും. അപ്പം ഇത് സ്ഥിരം ഇവിടെ നമ്മളും കഴിക്കാറുള്ളതാണ് മെക്സിക്കൻ ഫുഡ്. അത് ഞാനിപ്പം വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കുക. ബ്രൗൺ റൈസ് ഞാൻ എടുത്തു. രണ്ട് നമ്മുടെ ചോറ് പോലെയല്ല ഇത്. കണ്ടാൽ വേറെ ഒരു വെളുത്തൊക്കെ ഇരിക്കുന്നു, ഒരു വെറൈറ്റിയാണ്. അപ്പം അത് എടുക്കുന്നതിന് വേണ്ടി ഒരു പൊട്ടറ്റോ ചേർക്കും. ഞാൻ പൊട്ടറ്റോ ചെറിയ പീസാക്കി 2 പൊട്ടറ്റോ ഞാൻ എടുത്തു, ചെറിയ പീസാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്, ഒരു സാധാ ടൈപ്പ് ഒരു ക്യാരറ്റ് എടുത്തു. സ്പ്രിംഗ് ഓണിയൻ ഒരു പിടി ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ സവാള ഒരു ഹാഫ് എടുത്തു. പിന്നെ കുറച്ച് ചില്ലി, പച്ചമുളക് കുറച്ചെടുത്തു. പിന്നെ നമ്മൾ മെക്സിക്കൻ ഫുഡ് മേടിക്കുന്നുണ്ടെങ്കിൽ ഷ്രിമ്പ് കാണും, ചിലപ്പം ബീഫ് കാണും, അതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് ചിക്കൻ ഉപ്പിപ്പറ്റിച്ചു, അതാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. പിന്നെ അവർ ചില്ലി സോസ്, നമ്മൾ ഫുഡ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെ ഡക്ക് ജ്യൂസ്, അതിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളാണ്. സോയാ സോസ്, ചില്ലി സോസ്, ഇതെല്ലാം ഉണ്ട്. ടൊമാറ്റോ സോസ്, ഒരു ചെറിയ മധുരവും പുളിയും എരിയും എല്ലാം വരും ഇതിന്. അപ്പം നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം നിങ്ങളെ കൂടെ ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അന്നേരം അത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കാസ്റ്റ് അയൺ ആണ് വെച്ചേക്കുന്നത്. നല്ല വെയിറ്റുള്ള ഒരു പാത്രമായത്. കാസ്റ്റ് അയണിൻ്റെ വലിയൊരു പാനായത്. അത് വാഷ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും പണ്ടുള്ളവരൊക്കെ ഇരുമ്പ് ഇതിനകത്ത് കുക്ക് ചെയ്തതിൻ്റെയൊക്കെ ഗുണം കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നേരം ഇപ്പം എല്ലാം നോൺ സ്റ്റിക്കൊക്കെ ആയതുകൊണ്ട് ആ നോൺ സ്റ്റിക്കിനെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് കാസ്റ്റ് അയണിലായപ്പം കുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചു. നമുക്കപ്പം പൊട്ടറ്റോയും ക്യാരറ്റും ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ മെക്സിക്കൻ ഫുഡ് ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, പൊട്ടറ്റോ ഇട്ടു. എല്ലാം ഇടുന്നില്ല, ഞാൻ മെഴുക്കുവരട്ടിക്കൂടെ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അത്രയും അതിൻ്റെ ആവശ്യമില്ല. പൊട്ടറ്റോ ഇട്ടു. അതിൻ്റെ കൂടെ ക്യാരറ്റ് ചെറിയ പീസാക്കി ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മെക്സിക്കൻ ഫുഡ് മേടിക്കാൻ ചെന്നിടത്ത് എല്ലാം നമ്മൾ പിന്നെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിളും മീറ്റും എല്ലാം എടുത്തു കൊടുത്തിട്ട് അവർ വലിയ ദോശക്കല്ല് പോലെയുള്ള ഒരു സാധനത്തിലോട്ടിട്ട് കുക്ക് ചെയ്താൽ വരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഒന്നുമില്ല, എന്തുവാ ആവി കയറ്റിയ ഒന്നും വേണ്ട. ഇതിനകത്ത് കിടന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുക. നട്ട്സ് ചേർക്കാം, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം, എന്തെല്ലാം ഉണ്ടോ എല്ലാം ചേർക്കാം, മഷ്റൂം എല്ലാം. ഞാൻ ഇത്രയും സംഗതികളാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ച് അതിൻ്റെ കൂടെ ഉള്ളിയും കൂടെ അങ്ങിടുക. അത്രയും കിടന്ന് വെക്കട്ടെ. സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പം അതിന് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്.
റൈസ് നമുക്ക് വേറെ വേവിക്കാൻ വെക്കാം. അതിനകത്തിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അതിൻ്റെ പച്ചപ്പെല്ലാം കൂടെ അതേ പിടിക്കുമല്ലോ. അപ്പം ഈ ബ്രൗൺ റൈസ് ഞാൻ വേറെ കുക്ക് ചെയ്യുക വെക്കുക. ഞാനത് ഫ്രീസർ തുറന്ന് നോക്കിയപ്പം സംഗതി ഇരിപ്പുണ്ട്, ഗ്രീൻ പീസ് ഇരിക്കണം. ഗ്രീൻ പീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇടാമെന്ന് ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോൾ ഗ്രീൻ പീസ് എനിക്ക് കിട്ടി. പീസ് ആൻഡ് ക്യാരറ്റ് രണ്ടും കൂടെ വേണം. അതൊന്ന് സെറ്റായിട്ടിരിക്കുക. ഫ്രീസറിൽ ഇടുന്നത് അത് ഞാനൊന്ന് മെൽറ്റാക്കിയിട്ട് അതിലേക്കിടാം. ബ്രൗൺ റൈസ് ഞാൻ കഴുകി അത് കുക്ക് ചെയ്യുന്നതിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം ഉപ്പിടുന്നു, കുറച്ച് ഉപ്പ്, സ്വല്പം ഓയിൽ. എന്തിനാന്ന് ചോദിച്ചാൽ കട്ട പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ബ്രൗൺ റൈസ് ഞാൻ അതിലേക്ക് വെള്ളം ചൂടായി കഴിഞ്ഞ് കഴുകിയിട്ടാവും. റൈസ് അതിലിട്ടു. അപ്പോൾ ഈ സംഗതി ഇതിനകത്തേക്ക് ഞാൻ ഇടാനാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടി ഓവന് വെച്ച് ഒരു 30 സെക്കൻഡ് നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെയും കൊണ്ടും ഒക്കും. ഇത് മനസ്സ് വെച്ചാൽ ഏത് കാര്യവും നടക്കും. അപ്പം ഇത് കുക്ക്ഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ കിടന്ന് വേഗം. അപ്പം ഈ ഗ്രീൻ പീസും സ്വല്പം ക്യാരറ്റും ഇതിനകത്തുണ്ട്, അത് ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും ഗ്രീൻ പീസും ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടട്ടെ. നമ്മൾ ഇതിനകത്തേക്ക് റൈസ് ഇട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് പോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി വെന്ത് കിട്ടണം. നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ പ്ലെയിനായിട്ടുള്ള ചീസൊക്കെ കിട്ടിയാൽ ഞാൻ ബർഗർ ഉണ്ടാക്കാൻ നോക്കും. മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. ബർഗറും ചീസും ചിക്കൻ പാറ്റി ഉണ്ടാക്കി അതും ഉണ്ടാക്കാറുണ്ട്. നമ്മളെയും കൊണ്ടും ഉപ്പും. ഫാനാണെങ്കിൽ നല്ല ഹോട്ടായി, ഇതിലൊന്നും തൊടാൻ പറ്റത്തില്ല. പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് കുക്കിങ്. നോൺ സ്റ്റിക്ക് ആരും മേടിക്കരുത്. പണ്ടത്തെ പാത്രങ്ങളിലേക്ക് മടങ്ങി വരണം. ഇനി മൺപാത്രം, ഇരുമ്പ് പാത്രം ഒക്കെ നോൺ സ്റ്റിക്ക് അടിക്കാം. അങ്ങനെ ഇനി അധികം വെന്ത് പോകരുത്. ഫ്രൈഡ് റൈസ് എടുക്കുന്നത് പോലെ ഒരു 3/4 വേവേ ആകാവും. പൊട്ടറ്റോ വെന്ത് വരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസാക്കിയത് ഇതിലേക്ക് ഇടുന്നു. നമ്മുടെ ഇഷ്ടത്തിന് ചിക്കൻ ചേർക്കാം. ചിക്കനുമായി വെജിറ്റബിൾസുമായി ഹെൽത്തി ഫുഡായത്. ഈ ബ്രൗൺ റൈസ് കഴിക്കുന്നത് പേഷ്യൻസിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റൈസാണ്. അല്ലെ, ഈ പാക്കറ്റിലെ സോയാ സോസ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡക്കി സോസ് എന്നും പറഞ്ഞത് നമ്മൾ ഫുഡ് മേടിച്ചിട്ടും പറ്റുക. അതുകൂടെയാണ് ഇതിലെല്ലാം ആഡ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്യാം. മെക്സിക്കൻ ഫുഡ് നമുക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, കുക്കർ ഷോയിൽ പുള്ളി പറയുന്നതാണ്. നമുക്കും നമ്മളെയും കൊണ്ടും പറ്റും. സംഗതി കുറച്ച് സോയാ സോസ് കൂടെയാണ് ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ ഒഴിച്ച് എല്ലാം ആ ഒലിവോയിലിനകത്ത് കിടന്ന് നല്ലതുപോലെ വെന്ത് ആ ഗുണമെല്ലാം പിടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ
റൈസ് വേണം. റൈസൊന്നും ആയിട്ടില്ല, വെന്തിട്ടില്ല. വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, മുളകിൻ്റെ ചതച്ച ഇത്. അതൊരു ടീസ്പൂണുണ്ട്, ഒരു ടീസ്പൂൺ ഫുള്ളുള്ളതുണ്ട്. എരിയൊക്കെ വേണമല്ലോ. ഞാൻ അതിട്ടു. അവർ സാധാരണ കപ്പലണ്ടി പീനട്ടാണ് ഇടുന്നത്, ഞാൻ പറങ്ങാണ്ടിയാണ് ഇടുന്നത്, നട്ട്സ്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിടാം. അവരിത്തരം റൈസൊന്നും നമുക്ക് തരത്തില്ല. ഒരു പ്ലേറ്റിന് $16-17. കൂടുതലും വെജിറ്റബിൾസ് ആണ് തരുന്നത്. മെക്സിക്കൻ ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് സെർവ് ചെയ്യാം. അങ്ങനെ മെക്സിക്കൻ ഫുഡ് റെഡി. അവരുടെ കണ്ടെയ്നറിനകത്ത് ഇങ്ങോട്ട് തന്നു കഴിയുമ്പോൾ ഇവിടുത്തെ മണി അനുസരിച്ച് $16-17. ഡോളറാകുമ്പം 100, 1500-1700 രൂപയോളം വരും. ആ ടേസ്റ്റ് തന്നെ കിട്ടി. അപ്പം എൻ്റെ കുക്കിംഗ് ഇവിടെ സക്സസ് ആയി. നമ്മളെയും കൊണ്ടും പറ്റും. മെക്സിക്കൻ ഫുഡ് ഞാൻ ഉണ്ടാക്കി. അപ്പം ബ്രൗൺ റൈസ് കൊണ്ട് മെക്സിക്കൻ ഫുഡ് ഉണ്ടാക്കി. എന്തൊക്കെയാണ് ചേർത്തതെന്ന് എല്ലാവരും കണ്ടു. നിങ്ങൾ എല്ലാവരും നാട്ടിലും ബ്രൗൺ റൈസ് മേടിക്കാൻ കിട്ടും. അപ്പം വെജിറ്റബിൾ ഒത്തിരി നമ്മുടെ വയറ്റിൽ ചെല്ലും. ഇവിടെ ഉള്ളവർ കൂടുതലും വെജിറ്റബിൾസ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്ന് കഴിക്കുന്നതാണ്. നമ്മളൊക്കെ വെജിറ്റബിൾസ് കഴിക്കത്തില്ല. കോളിഫ്ലവർ, ക്യാബേജ് എല്ലാം പച്ചക്കരിഞ്ഞ്. അപ്പം നമുക്ക് സൂപ്പർ ഫുഡായിരിക്കുന്നു. പിന്നെ അവരൊത്തിരി ഒത്തിരി സോസ് ചേർക്കും. എന്നൊക്കെയാണെന്നോ ടൊമാറ്റോ, ചില്ലി, മറ്റേ മറിച്ചൊന്നും ഒത്തിരി ബൗളിൽ ഇങ്ങനെ വെച്ചേക്കുക. നമുക്കെല്ലാം ഒന്നും പിടിക്കത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഒരു വെറൈറ്റി വ്ളോഗാണ്. മെക്സിക്കൻ ഫുഡ് നമ്മൾ മലയാളികൾ ആരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ആരും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. വളരെ ടേസ്റ്റി ആയിരിക്കുന്നു. നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ. എൻ്റെ വ്ളോഗ് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ പറയുക. നമ്മളെയും കൊണ്ടും മെക്സിക്കൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.